മാളിയപ്പുറ ഉണ്ണിമൂന്നനാണ് സംവിധാനം ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ 2 ദിവസമായിട്ട് ഇത് കണ്ട് വളരെ ഷോക്കായിട്ടിരിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഉണ്ണിമൂന്നന്റെ വിജയിച്ച ചിത്രങ്ങളൊക്കെ അദ്ദേഹം സംവിധാനം ചെയ്യുകയും പരാജയപ്പെട്ട ചിത്രങ്ങൾക്കൊക്കെ വേറെ സംവിധാനമാകുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് എനിക്കറിയില്ല. ഈ വീഡിയോ വന്നതിൻ്റെ അറിഞ്ഞ അന്ന് രാവിലെ തന്നെ അദ്ദേഹത്തെ ഞാൻ വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് മെമ്പേഴ്സിനെ വിളിച്ച് സംസാരിക്കുകയും അദ്ദേഹത്തെ ഞാൻ മെസ്സേജ് അയക്കുകയും അതിനുശേഷവും അദ്ദേഹം എനിക്ക് റിപ്ലൈ ഇട്ട് ഞങ്ങൾ തമ്മിൽ കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. ഒരു അബദ്ധം പറ്റിപ്പോയതാണെന്ന് അദ്ദേഹം തന്നെ അത് പറയുകയുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 2 ദിവസം മുന്നേ ആ വീഡിയോ സോഷ്യൽ മീഡിയയിലേക്ക് എത്തുകയും അത് പിന്നീട് കേരളം എന്നല്ല, എനിക്ക് തോന്നുന്നു മലയാളം വായിക്കാൻ അറിയാവുന്ന ലോകം മുഴുവനുള്ള ആളുകൾ അത് കാണുകയും ഷെയർ ചെയ്യുകയും സെലിബ്രേറ്റ് ചെയ്യുകയും ഇന്ന് ഇവിടുത്തെ ഒരു മുഖ്യധാര പത്രത്തിൽ വാർത്തയായി വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങളുടെ പേരുണ്ട്, ഇദ്ദേഹത്തിൻ്റെ പേരുണ്ട്, ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ പറയുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ് എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് കേട്ടതിന് ശേഷമല്ല ഈ വാർത്തകളൊന്നും പുറത്തു വന്നിരിക്കുന്നത്. നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ഞങ്ങൾക്കറിയാം, ഞങ്ങളൊരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ PR ചെയ്യാൻ വേണ്ടി നിങ്ങൾ പല ആളുകളും ഞങ്ങൾ കോൺടാക്ട് ചെയ്യാറുണ്ട്. നിങ്ങൾ ഈ ഓൺലൈൻ പ്രൊമോഷൻ ചെയ്യുന്ന ടീമുകൾ അല്ലെങ്കിൽ PR ചെയ്യുന്ന ടീമുകൾ ചോദിക്കുന്ന പൈസ തന്നിട്ടാണ് ഞങ്ങൾ ഇത്ര നമ്പേഴ്സ് ഓഫ് കാർഡുകൾ പോലും ഞങ്ങൾക്ക് ഒരു സിനിമയുടെ പ്രൊമോഷൻ തരുന്നത്. അതേ PR ടീം കഴിഞ്ഞ 2 ദിവസമായിട്ട് എടുക്കുന്ന നല്ല ജോലി സോഷ്യൽ മീഡിയ ഞങ്ങൾ കാണുന്നുണ്ട്. അതിൽ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് വാർത്ത ഞാൻ കണ്ടു, മാളിയപ്പുറ ഉണ്ണിമൂന്നനാണ് സംവിധാനം ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ 2 ദിവസമായിട്ട് ഇത് കണ്ട് വളരെ ഷോക്കായിട്ടിരിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഉണ്ണിമൂന്നന്റെ വിജയിച്ച ചിത്രങ്ങളൊക്കെ അദ്ദേഹം സംവിധാനം ചെയ്യുകയും പരാജയപ്പെട്ട ചിത്രങ്ങൾക്കൊക്കെ വേറെ സംവിധാനമാകുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് എനിക്കറിയില്ല.